എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സദ്യയിലെ മറ്റൊരു വിഭവമാണ് തയ്യാറാക്കുന്നത്. ബീട്രൂട്ട് പച്ചടി അല്ലെങ്കിൽ കിച്ചടി എന്ന് പറയും. അതാണ് നമ്മൾ തയ്യാറാക്കുന്നത്. നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പച്ചടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ രീതിയിൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇത്തവണ സദ്യയ്ക്ക് എന്തായാലും ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കാൻ മറക്കരുത്. കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഈ റെസിപ്പി വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ. നിങ്ങൾക്ക് ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത്. ആരെങ്കിലും നമ്മുടെ ചാനലിലേക്ക് ആദ്യമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് ബീട്രൂട്ട് പച്ചടി റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ട തേങ്ങയുടെ മിക്സ് ഒന്ന് റെഡിയാക്കാം. അതിനായിട്ട് ഞാനിവിടെ മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 4 പച്ചമുളക് ചേർക്കുന്നുണ്ട്. അപ്പോൾ പച്ചമുളകിൻ്റെ അളവ് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് മാറ്റം വരുത്താം. ഇതിപ്പോൾ അധികം എരിവില്ലാത്ത പച്ചമുളക് ആയതുകൊണ്ടാണ് ഞാനിവിടെ 4 ചേർത്തേക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 2 കൈപ്പിടി നാളികേരം ചെറുകിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ആദ്യം നമുക്ക് കുറച്ച് ചേർക്കാം, പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ട് നല്ല ഫൈൻ പേസ്റ്റായിട്ട് ഇത് അരച്ചെടുത്ത് കൊണ്ടുവരാം. അപ്പോൾ നമ്മളിത് അരച്ചെടുക്കുന്ന സമയത്ത് നന്നായിട്ട് അരച്ചെടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുത്താൽ മതി. അപ്പോൾ അതാ ഞാനിവിടെ നന്നായിട്ട് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. തരികളൊന്നും ഇല്ലാതെ നന്നായിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു ബീട്രൂട്ടാണ്. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് വളരെ ചെറിയൊരു ബീട്രൂട്ടാണ്. അതിൻ്റെ തോലൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. ഇതിന് നമുക്ക് ഗ്രേറ്ററിൽ നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഗ്രേറ്റർ ഇല്ലയെന്നുണ്ടെങ്കിൽ കത്തി വെച്ചിട്ട് നന്നായിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുത്താലും മതി. അപ്പോൾ നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുക്കുകയെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. അതുകൊണ്ടാണ് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതാ ഞാനിവിടെ നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നതിന് ശേഷം ഇതിലേക്കൊരു 1/2 കപ്പ് വെള്ളം ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഒരു ലോ ടു മീഡിയത്തിൽ ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഒരു 5-10 മിനിറ്റിനുള്ളിൽ ഇത് നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ ഇത് നമ്മൾ അടച്ചു വെച്ചിട്ടാണിത് വേവിച്ചെടുക്കാൻ കേട്ടോ. അപ്പോൾ അതാ ഇവിടെ കുറച്ച് സമയം കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ബീട്രൂട്ട് ഇവിടെ നന്നായിട്ട് വെന്ത് അതിനകത്തെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങയുടെ മിക്സ് ചേർത്ത് കൊടുക്കാം. എന്നതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ തേങ്ങയുടെ ഒരു പച്ച ടേസ്റ്റ് ഉണ്ടാവില്ല, അതൊക്കെ ഒന്ന് മാറി ഇതിനകത്തെ വെള്ളത്തിൻ്റെ അംശമൊക്കെ നന്നായിട്ട് വറ്റി നന്നായിട്ട് ഡ്രൈ ആയിട്ട് വരണം. അതുവരെ നമുക്കിതൊന്ന് വഴറ്റിയിട്ട് കൊടുക്കാം. അപ്പോൾ അതവിടെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ആ വെള്ളത്തിൻ്റെ അംശമൊക്കെ മാറി നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് നല്ല കട്ടത്തരി ഞാൻ മിക്സിയിലൊന്ന് വിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിൽ തൈരിൻ്റെ അളവൊന്നും കൂടി പോകണ്ട. ഇത് വല്ലാതെ ഇവിടെ വാട്ടറി പോലെ ഇരിക്കുന്ന പച്ചടിയല്ല ഞാൻ ഉണ്ടാക്കുന്നത്, ഡ്രൈ ആയിട്ടുള്ള പച്ചടിയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത്ര തൈര് ഇതിനകത്തേക്ക് ചേർക്കുന്നുള്ളൂ. എന്നതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഇതൊന്ന് ചൂടാക്കി എടുക്കാം. തിളപ്പിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ചൂടായി വന്നാൽ മതി. അപ്പോൾ നമ്മൾ എടുക്കുന്ന ബീട്രൂട്ടിൻ്റെ കളർ അനുസരിച്ചിരിക്കും നമ്മുടെ ബീട്രൂട്ട് പച്ചടിയുടെയൊക്കെ കളർ കേട്ടോ. അപ്പോൾ നല്ല കളറുള്ള ബീട്രൂട്ട് നോക്കിയിട്ട് നമ്മൾ എടുക്കുക. അപ്പോൾ അതവിടെ നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കടുക് താളിച്ചൊഴിക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് കുറച്ച് കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ഒരു 3 വറ്റൽമുളക് ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് നിറച്ച് കറിവേപ്പിലയും ചേർക്കാം. അപ്പോൾ അത് നന്നായിട്ടൊന്ന് വറവായി വന്നിട്ടുണ്ട്. ഇത് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബീട്രൂട്ടിൻ്റെ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമ്മൾ എടുക്കുന്ന സമയത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്താൽ മതി. അപ്പോൾ അതാ ഞാനിത് വേറൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ബീട്രൂട്ട് പച്ചടി. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഇത്തവണ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. പിന്നെ നല്ല കളറുള്ള ബീട്രൂട്ട് നോക്കി തന്നെ എടുക്കാം കേട്ടോ. അപ്പോഴാണ് നല്ല കളർ ഉണ്ടാവുക നമ്മുടെ ബീട്രൂട്ട് പച്ചടിക്ക്. അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക്